പറഞ്ഞ പോലെ നോക്കിയേ, UK NHS മാനേജർ, അവിടെ UK മാനേജറാണ് ഇവരുടെ ഏജ് 31, ഹസ്ബൻഡ് എൻജിനീയർ. ഇവർക്ക് PCOS, എൻഡോമെട്രിയോസിസ്, ഇൻഫെർട്ടിലിറ്റി. അപ്പം എൻഡോമെട്രിയോസിസ് പല PCO പേഷ്യൻറ്റും കാണാറുണ്ട്. അത് പെയിൻ ഉണ്ടാവുന്ന ഈ ബ്ലഡ് അകത്തിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. അപ്പോൾ അവർക്ക് പലപ്പോഴും സിവിയർ പെയിൻ, പീരിയഡ്സിൻ്റെ കൂടെ പെയിൻ, അല്ലാത്തപ്പോൾ പെയിൻ, ബന്ധപ്പെടുമ്പോൾ പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് ഇൻഫെർട്ടിലിറ്റി കോമൺ ആണ് അവർക്ക്. അപ്പോൾ അവർക്ക് പലർക്കും സിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി വേണ്ടി വരും. ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് നിറച്ച് ഒട്ടിപ്പിടുത്തൊക്കെ ആയിരുന്നു അകത്ത്. ഇത് ഇങ്ങനെ ബ്ലഡ് അകത്ത് കിടന്നിട്ട് ഇതെല്ലാം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അതുകൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റി. ഇവർക്ക് ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നപ്പോൾ ഇവർക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് വസ്തി ചെയ്തു. അതായത് ബ്ലഡ് പുറത്ത് കിടക്കുമ്പോൾ അതൊരു ഗ്ലൂ പോലെ ആക്ട് ചെയ്യും. അപ്പൊ മെൻസസ് ആകുമ്പോൾ ബ്ലഡ് പുറത്ത് പോണ പോലെ അകത്തും ബ്ലീഡിങ് ഉണ്ടാവും. കാരണം ആ ലൈനിങ് അകത്തും ഗ്രോ ചെയ്യും ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ട്. അപ്പൊ അവിടെ ബ്ലഡ് ഉണ്ടാവുമ്പോൾ അത് ഗ്ലൂ പോലെ ആവുമ്പോൾ കുടല്, അതായത് വൻകുടല്, ചെറിയ കുടല്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇത് യൂട്രസ്, ഓവറി, ട്യൂബ്സ്, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുമല്ലേ, ഇതൊക്കെ കൂടെ പശ പോലെ ഒട്ടാൻ തുടങ്ങും. അതാണ് എൻഡോമെട്രിയോസിസ്. അത് പല സ്റ്റേജ് ഉണ്ട്, 1, 2, 3, 4. അപ്പൊ ഇത് ഒട്ടിപ്പിടിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അനാറ്റമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അനാറ്റമി മാറിപ്പോകുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ എഗ്ഗ് വിരിഞ്ഞ് ട്യൂബിനകത്ത് കയറില്ലേ, അത് കയറാൻ പറ്റില്ല. കാരണം മാറിപ്പോയി, അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ആയിപ്പോയി. അപ്പൊ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ വിടിയിച്ച്, എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ കരിച്ച് കളഞ്ഞ്, പിന്നെ ഈ വലിയ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കോട്ടറൈസ് ചെയ്ത് യൂട്രസ് ട്യൂബൊക്കെ ക്ലീൻ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറവ്. ഈ പേഷ്യൻ്റ് ലാപ്രോസ്കോപ്പി ഇല്ലാതെ പ്രഗ്നൻ്റ് ആയി. ഇവർ ആയുർവേദത്തിൽ വസ്തി ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി. UK വന്ന് അവർ ആയുർവേദം ചെയ്ത് ഇവർ പ്രഗ്നൻ്റ് ആയി. അപ്പം അങ്ങനെ സർജറി ഇല്ലാതെ ചില പേഷ്യൻസ്. പക്ഷെ സിസ്റ്റ് വലുതാണെങ്കിൽ നമ്മൾ സർജറി പ്രിഫർ ചെയ്യും. ഇവർക്ക് ഒട്ടിപ്പിടുത്തായിരുന്നു കൂടുതൽ. എന്നിട്ട് ഇവർക്ക് ആയുർവേദ ഇൻട്രസ്റ്റ് കൊണ്ട് അത് ചെയ്തു. ചിലവർക്ക് അലോപ്പതി വിശ്വാസം, ചിലവർക്ക് വളരെയധികം മാറും. പേഷ്യന്റിന്റെ പ്രോബ്ലം അനുസരിച്ചും അവർക്ക് എന്താ വേണ്ടേ, അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ചിലവർക്ക് അലോപ്പതിയിൽ വിശ്വാസം, ചിലവർക്ക് ആയുർവേദത്തിൽ വിശ്വാസം. അവർക്ക് എന്ത് വേണോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും.